കാസർഗോഡ് മഞ്ചേശ്വരം ദേശീയപാതയിൽ സ്ഥാപിച്ച അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ കൺട്രോൾ റൂമാണ് ഈ കാണുന്നത്. അതിൽ 39 കിലോമീറ്റർ ദൂരം, അതായത് കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്കള റീച്ച് വരെയുള്ള 39 കിലോമീറ്റർ ദൂരം ഇങ്ങനെ കൃത്യമായി തന്നെ ഇങ്ങനെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കുകയാണ്. ലൈവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ 39 ക്യാമറകൾ ഇവിടെയുണ്ട്. മാത്രമല്ല ഇവിടെ കാണാം എന്തൊക്കെയാണ് ഇവിടെ ഈ അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. വീഡിയോ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട്. 15 സെറ്റാണ്. അതായത് ഓരോ കവലകളിലും എന്തെങ്കിലും വാഹനങ്ങൾ നിർത്തിയിടുക, ട്രാഫിക് നിയമലംഘനങ്ങൾ ഉണ്ടാവുക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ തന്നെ ട്രാഫിക് ഈ സ്പീഡ് കൺട്രോളിന് ബന്ധപ്പെട്ടുള്ള നിയമലംഘനങ്ങൾ അറിയാൻ പറ്റും. വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന സംവിധാനങ്ങളുണ്ട്. കാറ്റ്, അപ്പം തന്നെ മഴയുടെ അളവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ മാനേജർ സജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ട്രാഫിക് വയലേഷൻസ്, അതുപോലെ റോഡിലുണ്ടാകുന്ന ആക്സിഡൻസുകൾ, അതെല്ലാം മോണിറ്റർ ചെയ്യാൻ 24 മണിക്കൂർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ സജ്ജീകരിച്ചിട്ടുള്ളതിൽ പറഞ്ഞ പോലെ 39 കിലോമീറ്ററിലും ഓരോ ക്യാമറയും, അതേപോലെ ജംഗ്ഷനുകളിൽ ക്യാമറയും, അതുപോലെ സ്പീഡ് വയലേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു കൺട്രോൾ റൂമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ ഡേറ്റാസ് എല്ലാം ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നു. NHA അതോറിറ്റിയുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർക്കത് റിപ്പോർട്ടായിട്ട് ഇവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ട്രാഫിക് വയലേഷൻസ് ആണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നമുക്ക് സ്പീഡ് വയലേഷൻസ് ഉണ്ട്, അതുപോലെ സ്റ്റോപ്പ് ചെയ്യുന്നു, കാരേജ് വേയിൽ സ്റ്റോപ്പ് ചെയ്യുന്നു, അതുപോലെ റോങ് വേ ഡിറ്റക്ഷൻസ് ഉണ്ട്, ഹൈ സ്പീഡ് ഡിറ്റക്ഷൻസ് ഉണ്ട്, സ്ലോ സ്പീഡ് ഡിറ്റക്ഷൻസ് ഉണ്ട്, ക്രോസിംഗ് മെർജിംഗ് പോയിന്റ് വയലേഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്കിവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. 39 കിലോമീറ്റർ ദൂരവും ഈ പൂർണ്ണമായും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അതെ, 39 കിലോമീറ്ററും PTZ ക്യാമറ എന്ന് പറയുന്ന പോലെ പാൻ ടിൽറ്റ് സൂം, അതായത് സൂം ചെയ്യാൻ പറ്റും, ടിൽറ്റ് ചെയ്യാൻ പറ്റും. 360 ഡയറക്ഷനിൽ ഇതിൻ്റെ മോണിറ്ററിങ് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ പോലീസ് അടക്കമുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർക്ക് കൈമാറുന്ന സജ്ജീകരണം ഉണ്ടോ? അതെ, അത് റിക്വസ്റ്റ് അനുസരിച്ച്, അതോറിറ്റിയുടെ റിക്വസ്റ്റ് അനുസരിച്ച് അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ തന്നെ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് സജ്ജമായിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.